ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഫുഡിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ദുആ ബേബിനൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് പടിഞ്ഞാറങ്ങാടി ഒതളൂർക്കാണ് കേട്ടോ. അവിടെയാണ് മൂത്തമ്മാൻ്റെ വീട്. അപ്പോൾ മൂത്തമ്മ ഉംറ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ദുആ ബേബിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടണം എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. പിന്നെ ചുണ്ടൊക്കെ കാണിച്ചു തരും ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഐഷാഡൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ അവിടെയൊക്കെ കാണിച്ചു തരും കേട്ടോ. പക്ഷെ അതൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മതി. കവിളത്ത് കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കാറൊന്നുമില്ല, വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് അത്തർ ഡ്രസ്സിലും അതേപോലെ തന്നെ കൈമലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. എപ്പോഴൊന്നും ചെയ്യാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ. ഇനി കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മേക്കപ്പ് ബാഗ് എടുത്തിരിക്കണ കാരണം അത് പറഞ്ഞിട്ട് അതിലത്തെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കാരണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതങ്ങനെ അവൾക്കങ്ങനെ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. മുന്നത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും. മുന്നൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ബേബിക്ക് 2 സൈഡൊക്കെ മുടി വെട്ടി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുടി വെട്ടിയിട്ട് വലുതായി വരുന്നുള്ളൂ. അപ്പോൾ മുടി ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കാനേ ഉള്ളൂ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ പോകുന്നത്. ഞങ്ങൾ കുഞ്ഞിപ്പാൻ്റെ ഫാമിലി അവരുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ട് അവരുടെ കൂടെയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതാ ഞങ്ങളെ വിളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ടൈം അധികം ഇല്ലാത്തത് തന്നെ ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒതളൂർക്ക്. അതായത് ചമ്രോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എടപ്പാള് പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് പിന്നെ ഒതളൂർക്ക്, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്ന റൂട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഒതളൂർ എത്തിയിട്ടാ. മൂത്തമ്മാൻ്റെ വീടാണിത്. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും അങ്ങോട്ട് കയറുകയാണ്. കയറുന്നതിന് മുമ്പ് തന്നെ പുറത്ത് തന്നെ ദുആ മോൾക്ക് പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ദുആ ലാസ്റ്റാണ് കയറിയത്, എല്ലാ ഐറ്റത്തിലൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ. ഈ സൈക്കിളിലൊന്നും ഇരുന്നപ്പോൾ അവിടെ വേറൊന്ന് കണ്ടിട്ടോ, അതാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിമെന്ന് ഇറങ്ങിയിട്ട് ഇനി അതിൽ കയറിയിരിക്കാനാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയപ്പോൾ പിന്നെ അവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. അവിടെയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ടോയ്സാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് പോണ വരെ നല്ല സന്തോഷമായിട്ടിരുന്ന് കളിക്കാൻ അത്രയും ടോയ്സ് അവിടെ ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറിയിട്ട് മൂത്തമ്മ പിന്നെ 2 മരുമക്കൾ, ഒരു മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ കണ്ട് സംസാരിച്ച്
അവരൊക്കെ ഇരിക്കുകയാണ്. അവരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. Da Marta. Dua. സമയം ഇപ്പോൾ ഏകദേശം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ചോറ് വാരി കൊടുക്കാൻ പോവാണ്. ചീരപ്പേരി കൂട്ടിയിട്ട് ഉപ്പേരി എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വാരി കൊടുക്കാറ്. അപ്പോൾ ഏതായാലും ഇവിടെ കളിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ അറിയാതെ കഴിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ. മൂത്തമ്മ ഉംറയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇതേപോലത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംസം വെള്ളം കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. കുട്ടികൾ കുറച്ച് പുറത്ത് കളിക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും നല്ല ഹാപ്പി കേട്ടോ. ഉള്ളിലും കുറേ കളിക്കണുണ്ട്, പുറത്തും കുറേ കളിക്കണുണ്ട്. ദിയമോളും ബേബിയൊക്കെ കിച്ചൺ സെറ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഗ്യാസിൻ്റെ അവിടെ ഒരു വെളിച്ചുണ്ട് കേട്ടോ. ഓണാക്കി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് എത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിൻ്റെ നടുവിലായിട്ടൊരു ഹോളുണ്ട്. അപ്പോൾ അതിൽ കൂടെ ആ ലൈറ്റ് വെച്ച സ്ട്രോബെറി അതുപോലെ തന്നെ 2-3 ഐറ്റം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നേരിട്ട് കാണാനാണ് ഒന്നുകൂടെ ഷോ ഉള്ളത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു മധുരം ഉണ്ട് കേട്ടോ. ചക്ക വെച്ചിട്ടുള്ള ഹൽവ എന്നൊക്കെ പറയാം, ചക്ക വരട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഫ്രിഡ്ജിലായ കാരണം ചെറിയൊരു ഇതുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. പക്ഷെ ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഞങ്ങളത് മുറിച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയിൽ മുറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ കഴിച്ച് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നല്ലൊരു പശുനെയ്യിൻ്റെയും ചക്കടിയും ശർക്കര ഏലക്കായ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പടിഞ്ഞാറങ്ങാടിയിലാണ് ഉമ്മാൻ്റെ തറവാട്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് മാമന്മാരുടെ വീടൊക്കെ. അപ്പോൾ അതിലൊരു മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ മാംഗോ ജ്യൂസാണ് കുടിച്ചത്. പിന്നെ കുറച്ച് ടൈമൊക്കെ സംസാരിച്ചിരുന്ന് അങ്ങനെ ഇതാ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പരിപ്പുവടി നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ മാമന്മാരുടെ വീടൊക്കെ തൊട്ടടുത്താണ് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുന്ന് എല്ലാവരും കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ എടപ്പാളുള്ള മാമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മരുവൊക്കെ നിസ്കരിച്ച് കുറച്ച് അധികം സംസാരിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ആ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ആരും.